വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തീക്കിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. സ്വർഗം നമ്മളോട് പറയുക, നിങ്ങൾ ഭയപ്പെട്ടോളൂ. പക്ഷേ അത് അവരെയും ഇവരെയും അല്ല. ഭയപ്പെടേണ്ട ആളിനെ ഞാൻ പരിചയപ്പെടുത്താം. സ്നേഹമുള്ളവരെ, നമ്മൾ മരണഭയമുള്ളവരാ. മരണം ശരീരത്തെ കൊന്നു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭയാനകമായ വിഷയമാണ്. കർത്താവ് പറയുക, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു പക്ഷേ ഒരുവന് നമ്മളെ ശരീരത്തിൽ കൊല ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ, ആത്മാവിനെ തൊടാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ നിങ്ങളൊന്നും ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തീക്ക് ഇരയാക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടുവിൻ. അതാരാണ്? ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവ ഭയമുള്ളവരായി മുൻപോട്ട് പോവുക. ചുറ്റും നിൽക്കുന്നതൊന്നും നിന്നെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എന്താ? നീ ദൈവത്തിനുള്ളവനാണെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഭയം അതിന്മേൽ വിജയമെടുക്കും. നീ അതിന്മേൽ വിജയമെടുക്കും എന്നുള്ളത് സുരക്ഷിതത്വത്തിൻ്റെ വലിയ അടയാളമാണ്. അതുകൊണ്ട് ഇരുട്ട്, മനുഷ്യര്, ആ വിഷയങ്ങൾ, പരീക്ഷ, ഇതൊന്നും സ്നേഹമുള്ളവരെ, നാളത്തെ ദിനം, ഇതൊന്നും നമ്മളെ അലട്ടേണ്ട വിഷയങ്ങളാ, ഭയപ്പെടുത്തേണ്ട വിഷയങ്ങളല്ല. മറിച്ച് ദൈവം എന്ന വിഷയം നമ്മളെ ഭയപ്പെടുത്തണം. ദൈവത്തിൻ്റെ ആ ഒരു മനസ്സിൽ, ദൈവം എന്ന വിഷയത്തെ മനസ്സിൽ താലോലിച്ച് മുമ്പോട്ട് പോവുക. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മളെ മുഴുവനും നരകത്തീക്കിരയാക്കാൻ കഴിയുന്ന ഉടയവനെ നീ ഭയപ്പെടണം. കൃപയായിരിക്കട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.